ദുബായിലെ ബർദുബായിലുള്ള കൃഷ്ണൻ അമ്പലത്തിൽ തൊഴുത് നേരെ അൽസീഫൊക്കെ വഴി ഒറ്റയ്ക്ക് ഇതെ നടന്നുകൊണ്ട് ഞാൻ എന്റെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ദുബായിലുള്ള എല്ലാവർക്കും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു അമ്പലമായതുകൊണ്ട് തന്നെയാണ് നല്ല തിരക്കുന്നവിടെ ഉണ്ട്. വിഷുവിന്റെ അത്ര വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ തോതിൽ എല്ലാ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പടക്കം മുട്ടിക്കാൻ പറ്റില്ല, പോലീസ് പിടിക്കും. എന്റെ ചൈൽഡ്ഹുഡൊക്കെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. പണ്ട് വിഷുവിന് നമ്മൾ വീട്ടിലെ കണിയാണല്ല നമ്മുടെ മെയിൻ പരിപാടി. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിലുള്ളവരെ കണിയാണ്. കിടന്നുറങ്ങുന്നവരെ വീടിന്റെ വരാന്തേക്ക് കയറി മാലപ്പടക്കം പൊട്ടിച്ചവരെ എഴുന്നേപ്പിക്കുക. അതാണ് നമ്മുടെ മെയിൻ. എന്നിട്ട് കണി കാണിച്ച് അവിടെ നിന്ന് കൈനേട്ടം വാങ്ങിയിട്ടല്ലാണ്ട് നമ്മളൊന്ന് പോരും. കാലത്ത് ചായ കുടിച്ചൊരു മാലപ്പടക്കം, ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞൊരു മാലപ്പടക്കം, അത് കഴിഞ്ഞ് മീശവാദവൻ സിനിമ. അതൊക്കെ നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം ആയിരുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അമ്പലത്തിന്റെ അകത്ത് കയറിയിട്ടുള്ള വീഡിയോസ് ഒന്നും ഈ ദേവാലയങ്ങളുടെ അകത്ത് കയറിയിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന പരിപാടി എനിക്ക് വലിയ താല്പര്യം. അമ്പലത്തിന്റെ അകത്തുനിന്ന് ചെറിയൊരു പ്രസാദം കിട്ടി. ലഡ്ഡു പോലത്തെ ഒരു ഐറ്റം ആണ്, നല്ല ടേസ്റ്റ്. ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഒരു എക്സ്ട്രാ 2 പാക്കറ്റ് ഞാൻ വാങ്ങിച്ച് കഴിയും. ദുബായിലെ ക്ലൈമറ്റ് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മാറി വരണോണ്ട് എനിക്ക് ജലദോഷം ചുമക്കും. അപ്പൊ ഈ ചായയും കുടിച്ചിട്ട് നേരെ എന്റെ റൂം. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് സ്വർണ്ണ വലിയൊരു വ്യത്യാസം. ഡിമാൻഡ് ഉള്ള ദിവസമായതുകൊണ്ട് തന്നെ ചെറിയൊരു ഹൈക്ക് വന്നു. ഈ അക്ഷയ തൃതീയൊക്കെ വരെ ഇപ്പോൾ ഒരുപാട് ജ്വല്ലറികളൊക്കെ ഓഫറുകളൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു.